ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. തൈറോയ്ഡ് പ്രശ്നങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. പാടുകളില്ലാതെയുള്ള തൈറോയ്ഡ് ശസ്ത്രക്രിയാ രീതിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കോസ്മെറ്റിക് തൈറോയ്ഡ് സർജറിയിലെ നൂതന മാർഗങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കൊച്ചി മഞ്ഞുമൽ സെയിന്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റിലെ സീനിയർ കൺസൾട്ടന്റും സർജിക്കൽ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ തോമസ് വർഗീസാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ, തൈറോയ്ഡ് എന്ന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കഴുത്തിലെല്ലാം കാണാറുള്ള മുഴകൾ പലതും തൈറോയ്ഡ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണ കണ്ടുവരാറുള്ള തൈറോയ്ഡ് ട്യൂമറുകൾ എന്തെല്ലാമായിരിക്കും, അല്ലെങ്കിൽ ഏതെല്ലാം തരം മുഴകളാണ് പൊതുവെ കണ്ടുവരുന്നത്? സാധാരണ നമ്മുടെ തൈറോയ്ഡിൽ പല ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് തൈറോയ്ഡ് മുഴകളിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കും. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ടീനേജ് ആൾക്കാർക്ക് വരുന്ന തൈറോയ്ഡ് മുഴയ്ക്ക് അതൊരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് അല്ലെ ഹോർമോൺ സംബന്ധമായിട്ടുള്ളൊരു മുഴയാണത്. അതിനെ ഗോയിറ്റർ എന്ന് പറയും. മിക്കവാറും അതൊരു അഡോളസൻ ഗോയിറ്ററായിട്ട് മാറും. അതൊരു പത്തോളജിക്കൽ ഇഷ്യൂ അല്ല. അതേസമയം നമുക്കൊരു മിഡിൽ ഏജ് ഒക്കെ ആയിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അബൌട്ട് 25 to 30 ഇയേഴ്സ് വരുന്ന മുഴകൾ തീർച്ചയായും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഇന്ന് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം തൈറോയ്ഡ് സ്വെല്ലിങ്സ് മുഴകൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുതന്നെ ക്യാൻസറസ് ആവാം, നോൺ ക്യാൻസറസ് ആവാം. ക്യാൻസർ അല്ലാത്ത ഉള്ള മുഴകൾക്ക് പൊതുവേ ഒന്നുകിൽ അത് അഡിനോമ, ഒരു സിംഗിൾ സ്വെല്ലിംഗ് ആയിരിക്കും. അതല്ല എങ്കിൽ മൾട്ടിപ്പിൾ നോഡ്യൂൾസ്, അതിനെ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. ക്യാൻസർ ആയിട്ടുള്ള മുഴകൾ പ്രധാനമായും ഡിഫറൻഷിയേറ്റഡ് തൈറോയ്ഡ് ക്യാൻസർ, അതായത് പാപ്പിലറി ക്യാൻസർ, ഫോളിക്കുലാർ ക്യാൻസർ, മിക്സഡ് ടൈപ്പ്, അതല്ലെങ്കിൽ മിഡിലറി ക്യാൻസർ, ഇവയാണ് സാധാരണ വളരെ കോമൺ ആയിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് അനാപ്ലാസ്റ്റിക് തൈറോയ്ഡ് ക്യാൻസർ. ഇങ്ങനെയാണ് തൈറോയ്ഡിലുള്ള മുഴകളെ നമ്മൾ വിഭജിച്ചിരിക്കുന്നത്. പാപ്പിലറി ക്യാൻസറിൻ്റെ പ്രത്യേകത അത് പലപ്പോഴും കഴുത്തിലെ രണ്ട് സൈഡിലുമുള്ള കഴലകൾ കൂടെ അതിൽ ഇൻവോൾവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപൂർവം ചില ആൾക്കാരിൽ തൈറോയ്ഡ് ഗ്രന്ഥി വളർന്നിട്ട് നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു ടെൻഡൻസി ഉണ്ട്. അതിന് ഇൻട്രാതൊറാസിക് ഗോയിറ്റർ എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും ഡോക്ടർ അതുപോലെ ഒരു സംശയമാണ്, ഈ കഴുത്തിൽ കാണുന്ന എല്ലാ മുഴകളും തൈറോയ്ഡ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ തൈറോയ്ഡ് മുഴകൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് ശ്രദ്ധിക്കേണ്ടത്? തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ഓഫ് ദ നെക്ക്, കഴുത്തിൻ്റെ ഏറ്റവും താഴെ ഉള്ള ആ ഭാഗത്ത് ആണ് തൈറോയ്ഡിലുള്ള മുഴകളുണ്ടാകുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഏറ്റവും പ്രൊമിനൻ്റായിട്ട് കാണുന്ന ഈ ഭാഗത്തിൻ്റെ പേര് തൈറോയ്ഡ് കാർട്ടിലേജ് എന്നാണ്. അതിൻ്റെ താഴെയായിരിക്കും ഈ മുഴ അനാറ്റമിക്കലി ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ മിഡിൽ ഏരിയയിലാണ് തൈറോയ്ഡ് മുഴകൾ സാധാരണ കണ്ടുവരുന്നത്. അതേസമയം സൈഡുകളിൽ സാധാരണഗതിയിൽ കഴലുകളിൽ നിന്നുണ്ടായി വരുന്ന മുഴകളാണ് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ റൂട്ട് ഓഫ് ദ നെക്ക് കാണപ്പെടുന്ന മുഴകളാണ് തൈറോയ്ഡ് മുഴ. ഇത് തൈറോയ്ഡ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി പല ഇൻവെസ്റ്റിഗേഷൻസും ഉണ്ട്. സർവ്വസാധാരണമായി ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനാണ് അൾട്രാസൗണ്ട് സ്കാൻ. ഏറ്റവും സിംപ്ലസ്റ്റ് വേദനയിൽ രഹിതമായ ഒരു പരിശോധനയാണ്. ആ പരിശോധനകളിൽ നമുക്കിത് സോളിഡ് ട്യൂമറാണോ, സിസ്റ്റിക് ട്യൂമറാണോ, അതിലെ ഫ്ലൂയിഡ് കണ്ടൻ്റ് ആണോ കൂടുതൽ, അതോ സോളിഡ് മെറ്റീരിയൽ ആണോ, ക്യാൻസർ സംബന്ധമായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ അതിലുണ്ടോ, തൈറോയ്ഡിൻ്റെ ക്യാപ്സ്യൂളിലേക്ക് ഈ ട്യൂമർ വളർന്നിട്ടുണ്ടോ, അതേപോലെ തൈറോയ്ഡിൻ്റെ ലൊക്കേഷൻ ഇരിക്കുന്നത് നമ്മുടെ ട്രക്കിയ, ശ്വാസം വിടുന്ന ശ്വാസനാളിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടേക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, ചുറ്റിനും ഡ്രെയിൻ ചെയ്യുന്ന വെയിൻസിലോട്ട് ഇത് കയറിയിട്ടുണ്ടോ, ഇങ്ങനെ പല ഇൻഫർമേഷൻസും നമുക്ക് ഈ അൾട്രാസൗണ്ട് സ്കാനിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാൻ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് മുഴകളുടെ സങ്കീർണതകൾ എന്തെല്ലാമായിരിക്കും? ഈ അപകടകരമായ ട്യൂമറുകളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? സാധാരണ കാണപ്പെടുന്ന തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുന്നത് പാപ്പിലറി ക്യാൻസർ തൈറോയ്ഡ്. ഇത് കൂടുതൽ ലിംഫ് നോഡ്സിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പാണ്. ഫോളിക്കുലാർ ക്യാൻസർ കൂടുതലും ബ്ലഡ് സ്ട്രീം വഴി നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ള സാധനമാണ്. ഇതിൻ്റെ സങ്കീർണത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് മുഴകൾക്ക് ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അത് സർജറിയാണ്.
ഈ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസാണ് പല വ്യക്തികളെയും നേരത്തെ തൈറോയ്ഡ് മുഴ കണ്ടെത്തിയാൽ പോലും വളരെ താമസിച്ച് മാത്രം നമ്മുടെ അടുക്കൽ അല്ലെങ്കിൽ ഡോക്ടറെ അടുക്കൽ പോകുവാനുള്ള അവരുടെ വിമുഖതയുടെ കാരണം പൊതുവേ സമൂഹത്തിൽ സ്പ്രെഡായിരിക്കുന്ന ഇൻഫർമേഷൻ, അതായത് തൈറോയ്ഡ് സർജറി കഴിഞ്ഞാൽ ശബ്ദം എന്നത്തേക്കുമായി ഇല്ലാതെയാവും, ഇല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കാൽഷ്യം ചിലപ്പോൾ കഴിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകളുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ വളരെ താമസിച്ച് മാത്രം ഒരു സർജിക്കൽ എക്സ്പേർട്ടിനെ കാണാൻ ടൈം ഡിലേ ഉണ്ടാകുന്നതിൻ്റെ കാരണം. അപ്പം ഏറ്റവും പ്രധാനം ഇത് ശബ്ദം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ഭയമാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ തൈറോയ്ഡ് ട്യൂമറിനെ കുറിച്ചും ക്യാൻസറിനെ കുറിച്ചും എല്ലാം സൂചിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ എങ്ങനെയായിരിക്കും ഡോക്ടർ? മെലിഗ്നൻസി നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അത് ഐദർ FNAC ആവാം, അല്ലെങ്കിൽ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് കൊണ്ടൊക്കെ ആയിരിക്കും. ചില കേസ് നമ്മൾ CT സ്കാൻ ആവശ്യപ്പെടും, മറ്റു ചില കേസിൽ നമ്മൾ MRI സ്കാൻ ആവശ്യപ്പെടും, അത് ഇൻട്രാതൊറാസിക് എക്സ്റ്റൻഷനൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ എന്തെന്ന് പറഞ്ഞാലും തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന മുഴകളുടെ അവയുടെ ഈ പ്രത്യേകതകളനുസരിച്ച് സർജിക്കൽ അപ്രോച്ചാണ് ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം. മറ്റൊരു മാർഗം കൊണ്ടും മുഴകൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. സർജിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ് ഒരു 140 വർഷം മുമ്പ് കോഹർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സർജൻ കണ്ടുപിടിച്ചതാണ് തൈറോയ്ഡ് സർജറി. അതുകൊണ്ട് തന്നെ കോഹേഴ്സ് തൈറോയ്ഡക്ടമി എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിന് കുറുകെ ഒരു പാട് വരത്തക്കോണം ആയിരിക്കും അതിൻ്റെ ഇൻസിഷൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർജറി കഴിഞ്ഞ തൈറോയ്ഡ് സർജറി കൺവെൻഷനലി ചെയ്യുന്ന ആൾക്കാർ കഴുത്തിലൊരു പാടുണ്ടാവും. പലപ്പോഴും പലർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അങ്ങനെ കഴുത്തിൽ ഒരു പാട് വരുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പകരമായി വേറെ എന്തെല്ലാം വഴികൾ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറി. വളരെ ചെറിയ മുഴകളാണെങ്കിൽ മാത്രം, അതും നോൺ ക്യാൻസറസ് മുഴകളാണെങ്കിൽ ഇന്ന് എൻഡോസ്കോപ്പിക് ടെക്നിക്സൊക്കെ പറയപ്പെടുന്നുണ്ട്, അതും ഒരു സൈഡിൽ മാത്രമുള്ള മുഴകൾക്ക് വേണ്ടി. എന്നാൽ അതേപോലെ തന്നെ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ റോബോട്ടിക് സർജറി എന്ന തൈറോയിഡിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അവിടെയും നമ്മൾ സ്കാറില്ല എന്ന് പറഞ്ഞാലും അതിന് അപ്രോച്ച് ചെയ്യുന്ന രീതി അല്ലെ മെത്തേഡ് അല്പം വ്യത്യസ്തമായിരിക്കും. വായുടെ ഉള്ളിലൂടെയുള്ള ഒരു ഇൻസിഷനിൽ കൂടെയാണ് തൈറോയ്ഡ് മാറ്റുന്നത് റോബോട്ടിക് സർജറി. കക്ഷത്തിനകത്ത് മുറിവുണ്ടാക്കി അതുവഴി ബ്രസ്റ്റിൻ്റെ ടോപ്പിലും നിപ്പിളിൻ്റെ മുകളിലൊക്കെ ഇൻസിഷൻ ഉണ്ടാക്കിയിട്ടാണ് എൻഡോസ്കോപ്പിക് തൈറോയ്ഡ് സർജറി ചെയ്യുന്നത്. എന്നാൽ എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ നോക്കുമ്പോൾ മജോറിറ്റി ആൾക്കാരും ഈ വക ചെറിയ മെത്തേഡ്സിൽ കൂടെ അല്ലെങ്കിൽ എന്തുവാണ് ലിമിറ്റഡ് അപ്രോച്ചിൽ കൂടെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സൈസിലായിരിക്കത്തില്ല പലപ്പോഴും പേഷ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ മലിഗ്നൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും 2 സൈഡിലുള്ള ലിംഫ് നോഡ്സ്, അതിന് നമ്മൾ മോഡിഫൈഡ് നെക്ക് ഡിസെക്ഷൻ എന്ന് പറയും. അതുപോലെ സെൻട്രൽ കമ്പാർട്ട്മെൻറ്റ്, ട്രക്കിയ അല്ലെങ്കിൽ വോക്കൽ കോഡിൻ്റെ സപ്ലൈ ചെയ്യുന്ന നെർവിനടുക്കലുള്ള ലിംഫ് നോഡ്സ്, ലെവൽ 6 എന്ന് നമ്മുടെ ഭാഷയിൽ പറയും. ആ ലിംഫ് നോഡ്സ് മുഴുവൻ മാറ്റേണ്ട അത്യന്താപേക്ഷിതമാണ് ക്യാൻസറിനകത്ത്. അതേപോലെ തന്നെ നമ്മുടെ മനുബ്രിയം, സ്റ്റേർണത്തിന് തൊട്ട് താഴെ ലെവൽ 7 ലിംഫ് നോഡ്സ് ഉണ്ട്, സുപ്പീരിയർ മെഡിയാസ്റ്റൽ നോഡ്. ഇതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വകമായിട്ടുള്ള കൺസർവേറ്റീവ് അപ്രോച്ച് കൂടി ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരും. ഈ ഓപ്പൺ സർജറിയിലുണ്ടായ റെവല്യൂഷനാണ് സ്കാർലെസ് തൈറോയ്ഡ് സർജറി അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലാറ്ററൽ തൈറോയ്ഡക്ടമി എന്ന് പറയുന്ന പുതിയ ടെക്നിക്ക്. ഇത് ഞാൻ വിഭാവനം ചെയ്ത് കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എക്സാക്ട്ലി സെൻട്രൽ മിഡ് ലൈനിലല്ല, ഇത് നമ്മുടെ ട്രക്കിയുടെ 2 സൈഡിലും ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലിരിക്കുന്ന അതിനെ ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രധാനപ്പെട്ട അതുമായിട്ട് റിലേഷനുള്ള എല്ലാ മറ്റ് അഡീഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗങ്ങൾ, അതായത് റെക്കറൻ ലെരിഞ്ചൽ നെർവ്, സുപ്പീരിയർ ലെരിഞ്ചൽ നെർവ്, അതുപോലെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഗ്രന്ഥികൾ, ഇതെല്ലാം പുറകിലാണ്, ഈ ഗ്ലാൻഡിൻ്റെ പുറകിലാണ്, ക്ലോസ് ടു ദ ട്രക്കിയ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പുറകിലിരിക്കുന്ന
ഇമ്പോർട്ടൻറ്റ് സംഗതികളെ സേവ് ചെയ്യുന്നൊരു സർജറി. എന്നാൽ മാത്രമേ നമുക്ക് ശബ്ദം തിരിച്ചു കിട്ടത്തുള്ളൂ, കാൽഷ്യം മെറ്റബോളിസം അല്ലെങ്കിൽ ബോഡി കാൽഷ്യം കുറയാതിരിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്തിന്? ആ ക്വസ്റ്റ്യൻ കൊണ്ടാണ് ലാറ്ററൽ, നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലെ ദൈവം ഒരുപാട് മടക്കുകൾ തന്നിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ലൈൻസ് ഓഫ് ലാംഗേഴ്സ്. അതിലെ ഏറ്റവും ഉചിതമായിട്ടുള്ള ലൈൻസ് ഓഫ് ലാംഗേഴ്സ് ഒരു ലൈൻ ചൂസ് ചെയ്ത്, അത് പെർമനൻറ്റ് അല്ലെ തന്നെ നമ്മൾ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തില്ലേ പോലും നമ്മുടെ കഴുത്തിലുള്ള പാടുകളൊക്കെ പെർമനൻ്റാണ്. ഈ വരകൾ പെർമനൻ്റ് ആകുമ്പോൾ അതിലെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു വരയിൽ കൂടെ നമ്മൾ ഈ ഗ്ലാൻഡിനെ മാറ്റാൻ പറ്റും, വേറെ അപകടങ്ങളൊന്നും വരാതെ. അതേസമയം നമുക്ക് നെർവിന് ഇഞ്ചുറി ഏറ്റവും മിനിമം 1% പോലും ചാൻസ് ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ നമുക്ക് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് ലോസ്, തൈറോയ്ഡ് സർജറിക്ക് 3 ml 4 ml അല്ലെങ്കിൽ ഒരു 10 ml താഴെയുള്ള അളവിൽ തൈറോയ്ഡ് സർജറി ചെയ്യാൻ സാധിക്കും, എത്ര വലിപ്പമുള്ള മുഴയാണെങ്കിലും. അതുപോലെ തന്നെ പാട്, ഈ ഓൾറെഡി നാച്ചുറൽ ക്രീസ് അവിടെ നമുക്കുള്ളത് കൊണ്ട് ഒരിക്കലും ഈ പാട് പെർമനൻ്റായിട്ട് അവിടെ ഉണ്ടാവില്ല. നാച്ചുറൽ ക്രീസ് എങ്ങനെയുണ്ടോ അതേപോലെ അവിടെ ഇരിക്കും. ഇതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ട്രോമ. പലപ്പോഴും തൈറോയ്ഡ് സർജറി കഴിഞ്ഞ് ശബ്ദമൊക്കെ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ കാൽഷ്യം ഒക്കെ ശരിയായ പോലും പെർമനൻറ്റ് ബ്രാൻഡിങ് ആയിട്ട് കഴുത്തിൽ കാണുന്നൊരു പാട് ആർക്കും അക്സെപ്റ്റബിൾ അല്ല. പ്രത്യേകിച്ച് അൺമാരീഡ് ബോയ്സ് ആൻഡ് ഗേൾസ്, അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കഴുത്തിയ ഒരു പാട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ മിനിമലി ഇൻവേസീവ് ഓപ്പൺ സർജറി, അതായത് സ്കാർലെസ് അപ്രോച്ച് ആണ് അൾട്ടിമേറ്റ്ലി പാട് വരാതിരിക്കുന്ന ഒരു ലെവലിലോട്ട് കൊണ്ടുപോകുന്ന ഈ സർജിക്കൽ മെത്തേഡിനാണ് തോമസ് ടെക്നിക്. ഇത് ഞാൻ ഡിസൈൻ ചെയ്ത സർജറിയാണ്. പല നിരവധി കോൺഫറൻസുകളിൽ എനിക്ക് ബെസ്റ്റ് പേപ്പർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സർജിക്കൽ ടെക്നിക്കാണ്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് വിഷയത്തിൽ സംശയവുമായി. തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗാണ്. അനുരാഗ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം സാർ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം കൊണ്ട് ഈ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടോ? പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വെയിറ്റ് ലോസും ചിലർക്ക് വെയിറ്റ് ഗെയിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ അസുഖം വന്നാൽ. അത് ശരിയാണോ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. തീർച്ചയായിട്ടും തൈറോയിഡിന് ആക്ച്വലി തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോർമോൺ ഗ്രന്ഥിയാണ്. അതിൻ്റെ പേര് തന്നെ മാസ്റ്റർ ഹോർമോൺ എന്നാണ് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര്. കാരണം ശരീരത്തിലുള്ള എല്ലാ ഹോർമോണുകളുടെയും കൺട്രോൾ വരുന്നത് ഈ തൈറോയ്ഡ് ഹോർമോണിൽ കൂടെയാണ്. അപ്പോൾ ഈ കൺട്രോളുള്ള ഗ്രന്ഥിയാണ് ഈ അപകടത്തിലോട്ട് നയിക്കപ്പെടുന്നത്. അതായത് നമുക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അളവ്, ഹോർമോൺ സെക്രീഷൻ്റെ അളവ് കുറവാണെങ്കിൽ അവർക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, അതുപോലെ പിന്നെ ശബ്ദവ്യത്യാസങ്ങളുണ്ടാവും. സ്ത്രീകളാണെങ്കിൽ അവരുടെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. പലർക്കും കൺസീവ് ചെയ്യാൻ സാധിക്കത്തില്ല കല്യാണം കഴിഞ്ഞ ശേഷം. അതുപോലെ അങ്ങനെയുള്ള നിരവധി ഫിസിയോളജിക്കൽ പ്രശ്നങ്ങളുണ്ടാവും ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ. ഹൈപ്പർ തൈറോയിഡിസം അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും. എക്സസ് ഹോർമോൺ പ്രൊഡക്ഷൻ, അത് നമ്മൾ മെലിയുന്ന ഒരവസ്ഥയുണ്ടാവും. കണ്ണുകളൊക്കെ മുന്നോട്ട് തള്ളി വരുന്ന ഒരു സിറ്റുവേഷൻ, ഗ്രേവ്സ് ഡിസീസ് എന്ന് നമ്മുടെ ഭാഷയിൽ പറയും. അതേപോലെ തന്നെ അവർക്ക് പാൽപിറ്റേഷൻ, ഹാർട്ട് റേറ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അവർക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. ഇങ്ങനെ പലരിലും അത് മലിഗ്നൻസിയുടെ എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് ഫങ്ഷണലി ഉള്ള പ്രോബ്ലം. ഇനി തൈറോയിഡിലുള്ള ട്യൂമേഴ്സ്, വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ജനറ്റിക്കലി സംഭവിക്കാവുന്ന മുഴകൾ തൈറോയിഡിലുണ്ടാവും. പ്രത്യേകിച്ച് മെഡുലറി ക്യാൻസർ പോലൊക്കെയുള്ള ട്യൂമറുകൾക്ക് ജനിതകമായിട്ടുള്ള പ്രശ്ന സാധ്യതയുണ്ട്. പക്ഷെ മജോറിറ്റി തൈറോയ്ഡ് ഗ്രന്ഥികളിലെ ട്യൂമറുകളും അത് പ്രത്യേകിച്ച് കാരണങ്ങൾ കൂടിയൊന്നും അല്ല ഉണ്ടാകുന്നത്. എന്നാൽ കരിമണൽ ഖനനം നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആലപ്പുഴ മുതൽ കൊല്ലം വരെയുള്ള ഭാഗങ്ങളിൽ, അവിടെയുള്ള സ്റ്റഡീസ് പറയുന്നത് ഈ കരിമണലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന് ആ ഭാഗങ്ങളിൽ കൂടുതൽ തൈറോയ്ഡ് ക്യാൻസേഴ്സ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതേപോലെ തന്നെയാണ് ന്യൂക്ലിയർ ബ്ലാസ്റ്റുകളുള്ള സ്ഥലത്ത്. റഷ്യയിലൊരു കോൺഫറൻസിന് പോയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ചെർണോബിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പല ഭാഗങ്ങളുണ്ടായ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് കൊണ്ട്
വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക്, അതായത് 3 വയസ്സ് 4 വയസ്സിനൊക്കെ മുമ്പ് തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മുഴകളുണ്ടാവുകയും ക്യാൻസർ ഉണ്ടായി വരുന്നതുമുള്ള സിറ്റുവേഷനുണ്ട്. ഇതുതന്നെയാണ് ഹിരോഷിമ നാഗസാക്കിയിലുള്ള അവിടെയുള്ള ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷന് ശേഷം അവിടെയുള്ള കുട്ടികളിലും ഇതേപോലെ തൈറോയ്ഡ് മലിഗ്നൻസി വളരെയധികം കൂടുതലായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നാച്ചുറൽ കാരണങ്ങൾ കൊണ്ടും വളരെ അപൂർവമായിട്ട് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടാവാം. ഡോക്ടർ, നമ്മൾ പ്രേക്ഷകന് മുൻപ് സംസാരിച്ചു കൊണ്ടിരുന്നത് തൈറോയിഡിന്റെ ശസ്ത്രക്രിയാ രീതികളെക്കുറിച്ചാണ്. ഡോക്ടർ അതിൽ സർജറിയെ പറ്റി സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ വിഷയം തന്നെ പാടുകളില്ലാത്ത ശസ്ത്രക്രിയയാണ്. അപ്പോൾ ഈ സർജറിയിലെ നൂതന മാർഗ്ഗങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് സർജറി എങ്ങനെയാണ്? പാടുകളില്ലാത്ത രീതികൾ എങ്ങനെയായിരിക്കും? നമുക്ക് തൈറോയിഡിനെ അപ്രോച്ച് ചെയ്യാൻ 2 വഴികളാണുള്ളത്. ഒന്ന്, ഞാൻ ഇപ്പോൾ ഡിസൈൻ ചെയ്ത് പറഞ്ഞ പോലുള്ള മിനിമലി ഇൻവേസീവ് ഓപ്പൺ തൈറോയ്ഡ് സർജറി. അത് നാച്ചുറൽ ക്രീസിൽ കൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് എത്ര വലിപ്പമുള്ള മുഴകൾ മാറ്റിയാലും, എത്ര ലിംഫ് നോഡ്സ് കഴുത്തിലുള്ളതിനെ നമ്മൾ ഡിസെക്റ്റ് ചെയ്ത് മാറ്റിയാലും കഴുത്തിലൊരിക്കലും പാടുണ്ടാവില്ല. 2, കഴുത്തിൽ നീര് വരില്ല. 3, വോയിസ് അവർക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല. അതുപോലെ കാൽഷ്യം പ്രിസർവ് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനം, ഒരിക്കലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കില്ല. തൈറോയ്ഡ് സർജറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വോയിസ് പ്രശ്നം. അത് നമ്മുടെ വോക്കൽ കോഡിന് സപ്ലൈ ചെയ്യുന്ന നെർവിൻ്റെ ഇഞ്ചുറി ആയിരിക്കും. അതാണ് പലരും ഭയക്കുന്നത്. എന്നാൽ 2 വ്യത്യസ്തമായ രീതികൾ ഇന്ന് നിലവിലുണ്ട്. പക്ഷേ ഇത് രണ്ടും ആപ്ലിക്കബിൾ ആവണമെങ്കിൽ തൈറോയ്ഡിലെ മുഴ ഏറ്റവും ചെറുതായിരിക്കണം. 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററൊക്കെ ഉള്ള സൈസുള്ള മുഴകൾ മാറ്റുമ്പോഴാണ്, പ്രത്യേകിച്ച് മലിഗ്നൻസിയിലും. കാരണം ക്യാൻസർ ചികിത്സയിൽ തൈറോയ്ഡിനകത്ത് മിനിമം സെൻട്രൽ കമ്പാർട്ട്മെൻറ്റ്, അതായത് ട്രക്കിയുടെ സൈഡിൽ വോക്കൽ കോഡിന് സപ്ലൈ ചെയ്യുന്ന നെർവിന് ചുറ്റിനുമുള്ള ലിംഫ് നോഡ്സ് നമ്മൾ നിർബന്ധമായിട്ടും മാറ്റിയിരിക്കണം. ഇത് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കുകൾക്ക് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് സൈഡുകളിലുള്ള മുഴകൾ ലിംഫ് നോഡ്സ് എൻലാർജ് ചെയ്യുവാണെങ്കിൽ ഈ 2 മെത്തേഡിനും വളരെ ലിമിറ്റേഷനുണ്ട്. അത് ഒന്ന് എൻഡോസ്കോപ്പിക് തൈറോയ്ഡ് സർജറി. അത് കക്ഷത്തിനകത്ത് ഒരു ഇൻസിഷൻ ഉണ്ടാക്കി, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ബ്രസ്റ്റിൻ്റെ ഏരിയകളുടെ മുകളിലൊരു ഇൻസിഷനൊക്കെ ഉണ്ടാക്കി 2 സൈഡിലും അപ്രോച്ച് ചെയ്യണമെങ്കിൽ 2 വ്യത്യസ്തമായ ഇൻസിഷൻ 2 വ്യത്യസ്തമായ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ. അതേസമയം ഈ ഞാൻ വിഭാവനം ചെയ്ത സർജറി ആണെങ്കിൽ ഒരു സൈഡിൽ ഉള്ള ഇൻസിഷനിൽ കൂടെ മറു സൈഡിലുള്ള ഗ്ലാൻഡും അവിടെയുള്ള ലിംഫ് നോഡ്സും ഒക്കെ ഒരുമിച്ച് തന്നെ മാറ്റാൻ പറ്റും. ഒരു ഇൻസിഷൻ്റെ ആവശ്യമുള്ളൂ. രണ്ടാമത്തെ വ്യത്യസ്തമായൊരു സർജറി ആധുനിക സർജറിയിൽ വരുന്നതാണ് റോബോട്ടിക് തൈറോയ്ഡ് സർജറി. ഇത് കൂടുതലും കൊറിയൽ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഡോക്ടേഴ്സാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ പല്ലിൻ്റെയും ലിപ്പിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിൽ കൂടെ ഒരു സ്പേസ് ഉണ്ടാക്കി അതുവഴി ഒരു ഡോക്ടർ ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. പാങ്ങോട് നിന്ന് സജീനയാണ്. സജീന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എൻ്റെ സർജറി കഴിഞ്ഞ് 2 മാസമായി. ചോദിച്ചോളൂ സജീന, ചോദിച്ചോളൂ. ഡോക്ടർ, സർജറി കഴിഞ്ഞിട്ട് 2 മാസമായി. എനിക്ക് സംസാരിക്കണമെങ്കിൽ നല്ല സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ പറ്റണമെന്നുള്ളൂ. അതിന് വല്ല ബുദ്ധിമുട്ട് അങ്ങനെ വല്ലതോ അങ്ങനെയാണോന്ന് അറിയാനാണ്. തൈറോയ്ഡ് സർജറി കഴിഞ്ഞ് നമ്മൾ തൈറോയ്ഡ് സർജറിക്ക് ശേഷം നമുക്ക് പഴയ പോലെ ഏറ്റവും ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക, പാടുക, പ്രസംഗിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഗതിയിലോട്ട് എത്തണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു 2 weeks to 3 weeks സമയം വരെ സമയം കൊടുക്കണം. കാരണം നമ്മുടെ ഈ വോക്കൽ കോഡിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ് കടന്നു പോകുന്ന വഴികളിലൊക്കെ എഡീമ, നീര് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കണ്ടക്ഷൻ വളരെ ഡിലേ ആവും. എല്ലാ നെർവുകളും ഇലക്ട്രിസിറ്റി കേബിൾ പോലെയാണ്. അപ്പോൾ അതിൽ കൂടെ ഒരു ഇൻഫർമേഷൻ, ഒരു ഇലക്ട്രിക് സ്റ്റിമുലസ് പാസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വോക്കൽ കോഡ് ശബ്ദം ഉണ്ടാകുന്ന വോക്കൽ കോഡ്സ് എന്ന് പറയുന്ന ആ ഭാഗം ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ ആ ചുറ്റിനും നീരുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ സ്ഥിതിയിലോട്ടായി വരാൻ തീർച്ചയായിട്ടും ഒരു 2 to 3 weeks സമയം എടുക്കും. അതിന് കഴുത്തിൻ്റെ ചില പ്രത്യേക എക്സസൈസുകളൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുവാണെങ്കിൽ റിക്കവറി ഫാസ്റ്റർ ആയിരിക്കും. ഡോക്ടർ, സമയം അവസാനിക്കാറായതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ നൂതന സർജറി രീതികളെ കുറിച്ചാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ? ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാടുവരില്ല എന്നുള്ളതാണ്. ആർക്കും താല്പര്യമില്ലാതെ.
രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ഇക്കണോമിക്സ്. അതായത് ഈ ഹൊറിസോണ്ടൽ ലാറ്ററൽ തൈറോയിഡക്ടമി അല്ലെങ്കിൽ തോമസ് ടെക്നിക്ക് സർജറി കഴിഞ്ഞിട്ട് എല്ലാവർക്കും 24 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ സാധിക്കും. കൺവെൻഷണൽ സർജറി സാധാരണഗതിയിൽ ഒരു 3 മുതൽ 5 ദിവസം വരെയൊക്കെ ശേഷം മാത്രമേ നമ്മൾ പേഷ്യൻസിനെ വീട്ടിലേക്ക് വിടുകയുള്ളൂ. കാരണം അവരുടെ ഡ്രെയിൻ ട്യൂബിലൊക്കെ ഉള്ള ഡ്രെയിനേജ്, കഴുത്തിലെ നീര്, പിന്നെ വോയിസ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഒരു മിനിമം 3 to 5 ഡേയ്സ് എങ്കിലും ഹോസ്പിറ്റൽ സ്റ്റേ ഉണ്ടായിരിക്കും. ഈ 24 മണിക്കൂറിന് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി അവർക്ക് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാവും. ഇത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ലാഭമാണ് ഉണ്ടാകുന്നത്. കാരണം ഒരു പേഷ്യൻറ്റിനെ നമ്മൾ 24 hours ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റൽ ബെഡ് വേക്കൻ്റ് ആകും. അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിന് ആ ബെഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അതേപോലെ ഈ ആധുനികമായിട്ടുള്ള ഈ സർജിക്കൽ അപ്രോച്ചസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എപ്പോഴും സാധാരണ കൺവെൻഷണൽ തൈറോയ്ഡ് സർജറിയേക്കാൾ ബെറ്റർ ആയിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മോഡേൺ സർജറീസ്. വ്യക്തമാണ് ഡോക്ടർ. സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. കോസ്മെറ്റിക് തൈറോയ്ഡ് സർജറിയിലെ നൂതന മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊച്ചി മഞ്ഞുമ്മൽ സെയിൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റിലെ സീനിയർ കൺസൾട്ടന്റും സർജിക്കൽ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ തോമസ് വർഗീസ് ആണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.